ഫുട്ബോളിന്റെ പുതിയ അപ്ഡേറ്റ്സുകളുമായി സോക്കർ ടോക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. ക്ലബ് ഫുട്ബോൾ വിട ചൊല്ലുന്ന കാലത്ത് ലോകം ഉറ്റുനോക്കുന്ന ഒന്നുണ്ട്, ഇന്റർനാഷണൽ ഫുട്ബോളിലെ വമ്പൻ പോരാട്ടങ്ങൾ വരാനുണ്ടോ എന്ന്. എന്നാൽ ഇത്തവണ അതിന് ഉത്തരമുണ്ട്. യൂറോക്കും കോപ്പക്കും കളമൊരുങ്ങുകയാണ്. വമ്പന്മാർ പോരടിക്കുന്ന കോപ്പയും യൂറോ കപ്പും. രാത്രിയിൽ യൂറോ കപ്പും പകൽ കോപ്പ അമേരിക്കയും കണ്ട് ഉറങ്ങാതെ ഇരിക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഫുട്ബോൾ പ്രേമിക്ക് ആനന്ദത്തിന്റെ രാവ്. 16 ടീമുകളടങ്ങുന്ന കോപ്പയ്ക്ക് 4 ഗ്രൂപ്പുകളാണുള്ളത്. അതിൽ എ ഗ്രൂപ്പിൽ അർജന്റീനയും പെറുവും ചിലെയും കാനഡയുമാണുള്ളത്. ബി ഗ്രൂപ്പിൽ മെക്സിക്കോയും ഇക്വഡോറും വെനിസ്വേലയും ജമൈക്കയും. സി ഗ്രൂപ്പിൽ USA, ഉറുഗ്വായ്, പനാമ, ബൊളീവിയ. ഡി ഗ്രൂപ്പിലാവട്ടെ ബ്രസീലും കൊളംബിയയും പരുഗ്വേയും കോസ്റ്റോറിക്കയും. കോപ്പയുടെ ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കാനഡയെ നേരിടും. ജൂൺ 21 രാവിലെ 5:30 മെർക്കഡസ് ബെൻസ് സ്റ്റേഡിയം അതിന് സാക്ഷിയാകും. നിലവിൽ കോപ്പ അമേരിക്കയും ഫൈനലിസിമയും പിന്നെ ലോകകപ്പും നേടി ഒരു 1.5 വരവാണ് അർജന്റീന വരുന്നത്. നയിക്കാൻ ലയണൽ മെസ്സിയും തന്ത്രങ്ങൾ മെനയാൻ ലയണൽ സ്കലോണിയുമുള്ള കാലത്തോളം തോൽക്കാൻ മനസ്സില്ലാതെ അർജന്റീന മുന്നേറും. ബ്രസീലിൻ്റെ ആദ്യ മത്സരമാവട്ടെ കോസ്റ്റോറിക്കയ്ക്കെതിരെയാണ്. ജൂൺ 25 രാവിലെ 6:30 സോഫി സ്റ്റേഡിയം ആ മത്സരത്തിന് സാക്ഷിയാകും. അവസാനമായി 2019 ബ്രസീൽ കോപ്പ അമേരിക്ക നേടിയത്. ഇത്തവണയും അവരുടെ വരവിൽ കിരീടം തന്നെയാണ് ലക്ഷ്യം. സൂപ്പർ താരം നെയ്മറിൻ്റെ അഭാവം ആരാധകരെയും ഏറെ വിഷമിപ്പിക്കുന്നുണ്ട്. പരിക്ക് കാരണം മാസങ്ങളോളം പുറത്തായിരുന്നു നെയ്മർ. കോപ്പയിലേക്ക് തിരിച്ചുവരവ് പ്രതീക്ഷിച്ച ആരാധകർക്ക് ആശ്വസിക്കാനായി ഒരു വാർത്തയും വന്നില്ല. പക്ഷേ നെയ്മറില്ലാതെയും ബ്രസീലിന് കോപ്പ അടിച്ചേ തീരൂ. 2019 കോപ്പ ചാമ്പ്യൻസിലും നെയ്മർ ഉണ്ടായിരുന്നില്ല. അത് ആവർത്തിക്കാനായിരിക്കും ഇത്തവണയും ബ്രസീൽ വരുന്നത്. ഉറുഗ്വായുടെ ആദ്യ മത്സരം പനാമയ്ക്കെതിരെയാണ്. ജൂൺ 24 രാവിലെ 6:30 ഹാർഡ് റോക്ക് സ്റ്റേഡിയം സാക്ഷിയാകും. നിലവിൽ മികച്ച ഫോമിലാണ് ഉറുഗ്വായ്. അർജന്റീനയും ബ്രസീലിനെയും പഞ്ഞിക്കിട്ടാണ് അവസാനത്തെ വരവ്. 2023 ഒക്ടോബർ 18 ബ്രസീലിനെ 2-0 തോൽപ്പിച്ചും നവംബർ 17 അർജന്റീനയെ 2-0 തോൽപ്പിച്ചുമാണ് ഉറുഗ്വ നിലവിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കിരീടമടിക്കുന്ന ഫേവറേറ്റുകളിൽ ഉറുഗ്വ മുന്നിൽ തന്നെയുണ്ട്. പക്ഷേ അർജന്റീനയും ബ്രസീലും ഒട്ടും മോശക്കാരുമല്ല. കിരീടം ചൂടാനുള്ള മറ്റു ഫേവറേറ്റുകൾ പെറു, മെക്സിക്കോ, ഇക്വഡോർ, ചിലി, കൊളംബിയ എന്നീ ടീമുകളുമാണ്. ഏതായാലും ഇത്തവണത്തെ കോപ്പയിൽ ഒരു വമ്പൻ പോരാട്ടങ്ങൾ തന്നെ കാണാൻ കഴിയും. യൂറോ കപ്പിൻ്റെ പുതിയ അപ്ഡേറ്റ്സുകളുമായി വീണ്ടും ഞങ്ങളെത്തും. ഫുട്ബോളിൻ്റെ പുതിയ വിശേഷങ്ങൾ അറിയാൻ സോക്കർ ടോക്ക് സബ്സ്ക്രൈബ് ചെയ്യുക.